ദൈവനാമത്തെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയ വലിയ ദയക്കായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ സമയത്തും ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ അത് വലിയ പൂർണ്ണതയോ പെർഫെക്ഷനോ ഒന്നും ഉണ്ടായിട്ട് ഞാൻ പറയുകയല്ല, എന്നാൽ വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യുമ്പം കിട്ടുന്ന പോലെയുള്ള അനുഭവം ലോകത്ത് വേറൊരു പരിപാടിയിലും കിട്ടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ പല എൻ്റെ കയ്യിലൂടെ ഒത്തിരി ലക്ഷക്കണക്കിന് രൂപ ഒക്കെ എണ്ണി വെക്കുക, ഇത് തിരിച്ചു വെക്കുക, ബാങ്കിലിടുക, ഓരോ അന്നേരം ഒന്നും നമുക്കൊരു സന്തോഷം കിട്ടത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാനും പങ്കുവെക്കാനും ഒക്കെ കഴിയുന്ന സമയത്ത് ഒരു കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ സന്തോഷിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഈ പകൽക്കാലവും വചനത്തിന് മുമ്പാകെ ആയിരിക്കാനിടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ വചനത്തിലെ വളരെ പരമപ്രധാനമായ ഒരു ദൈവവചന ഭാഗത്താണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഇന്ന് തൊട്ട് ഒരു 4 ദിവസത്തേക്ക് ഇന്ന് വൈകുന്നേരം തൊട്ട് അവൈലബിൾ അല്ല. കാരണം എനിക്കൊരു മീറ്റിങ്ങിന് പോയി പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ കടന്നു പോകുക. അപ്പൊ അവരുടെ ഷെഡ്യൂളൊക്കെ ഏത് സമയത്ത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് പറ്റുന്ന സമയത്ത് മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഷെയർ ചെയ്യാനും പറ്റുകയില്ല. അതുകൊണ്ട് കർത്താവിന്റെ ദാസന്മാര് മത്താന പാസ്റ്ററും അതുപോലുള്ള ദൈവദാസന്മാരെ അതിന് ഒന്ന് പ്രത്യേകമായിട്ട് പരിഗണിച്ചേക്കണേ എന്ന് ഞാൻ ഇന്ന് അപേക്ഷിക്കുക അദ്ദേഹത്തോട്. കാരണം ആരെങ്കിലും ഒരാൾ ഇതൊന്ന് നന്നായിട്ട് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എല്ലാവർക്കും അത് നന്നായിട്ട് സംസാരിക്കാനായിട്ട് കഴിയുമല്ലോ. ഒരു ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് അത് ആ വചനം ധ്യാനിച്ച് പരിചയമുള്ള അല്ലെങ്കിൽ വചനത്തില് ഗ്രാഹ്യമുള്ള ദൈവത്തിന്റെ ദാസന്മാരാരെങ്കിലും അതൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവർക്കും അതിനെ ഫോളോ ചെയ്ത് സംസാരിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാനത് പറയുക. നോക്കിയാട്ടെ, വചനത്തിൽ ഇവിടെ എഴുതിയേക്കുന്നത് ഞാനത് ആദ്യം വായിക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് നമ്മൾ ഇവിടെ വായിക്കുക. അപ്പം നമ്മൾ 2-ാം അധ്യായം നമ്മൾ വായിച്ചു നിർത്തിയത് ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, 1-ാം അധ്യായം വായിച്ചു നിർത്തിയത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം
നിങ്ങൾക്കുമുണ്ടല്ലോ. അത് നമുക്കറിയാമല്ലോ. നിങ്ങളെങ്കിൽ കണ്ടതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്പിയ സഭയില് അവിടെ ഫിലിപ്പിയയിൽ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ പ്രയാസങ്ങളെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ റോമൻ കാരാഗ്രഹത്തിലായിരിക്കുന്നു, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ തിയോളജി ഒക്കെ വായിക്കുമ്പോൾ ഈ തിയോളജിക്ക് എന്തോ നമ്മുടെ ജീവിതത്തിൽ ചില പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഇത് കുറച്ച് തിയോളജിയന്മാർ കുറച്ച് മൂലഭാഷയും ഒക്കെ എടുത്തു വെച്ച് അവർക്ക് ഇങ്ങനെ രസിക്കാൻ വേണ്ടി, നമുക്കറിയാലോ ഈ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്നവർക്ക് ഈ സ്വരങ്ങൾ വിവരിക്കുന്ന കേൾക്കുന്നവരെ ഇതറിയാത്തവർക്ക് മടുത്തു പോകും. സാധാരണ ഒരു പാട്ടാണെങ്കിൽ കേൾക്കാം, ഇതെങ്ങനെ കേൾക്കും എന്ന് പറഞ്ഞ പോലെ പല ആൾക്കാരും തിയോളജി പഠിക്കാൻ, തിയോളജിയോടുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ചില ആഴമേറിയ ഉപദേശങ്ങളോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് സാധാരണഗതിയിലുള്ളത് പറഞ്ഞാൽ കേൾക്കാം. എന്നാൽ നമുക്കറിയാം ഈ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വളരെ ഹൃദയഭാഗം എന്ന്, അതിന്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലിനെ കുറിച്ചുള്ള ഹൃദയഭാഗം എന്ന് നമുക്ക് വിചാരിക്കാവുന്ന ഒരു ഭാഗം എടുത്തിട്ട് അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് പൗലോസ് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ശരിയായ ഒരു തിയോളജി, ശരിയായിട്ടുള്ള ഒരു ഉപദേശം മാത്രമേ ശരിയായ ജീവിതം ഉണ്ടാക്കത്തുള്ളൂ. ശരിയായ ഇന്ന് പല അവസരങ്ങളിലും ശരിയായിട്ടുള്ള ആ തിയോളജി, ശരിയായിട്ടുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ ഇല്ലാത്തത് തന്നെയാണ് ശരിയായ ജീവിതം ഉണ്ടാകാത്തതിന്റെ കാരണം എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയും. അപ്പൊ എനിക്ക് ഇത് ഭാഗം ആദ്യം വായിച്ചപ്പം എനിക്ക് തോന്നിയ ഒരു സംഗതി, കർത്താവ് എത്ര ആഴമേറിയ ഒരു കാര്യം എടുത്തിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ ആപ്ലിക്കേഷൻ ആയിട്ട് അതിനെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയതായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നമുക്ക് ഈ ദിവസങ്ങളിൽ നിറയപ്പെടാനും ക്രിസ്തു ആരാണെന്ന് ഗ്രഹിക്കാനുമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിന്നും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മൾ ചില പ്രായോഗിക കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അനുവർത്തിക്കാനും അനുസരിക്കാനും ശ്രമിക്കുന്നതെങ്കിൽ അത് കുറെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകും. കാരണം നമ്മൾ ചെയ്യുന്നതിന് ആധാരമില്ല. ക്രിസ്തുവിൽ അതെന്താ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ഇത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവഹിതവും ദൈവത്തിന്റെ ആലോചനയും ആണെന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കത് അധികമായിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ കയറുകയാണ്, ഒത്തിരി സമയമില്ലല്ലോ. ഇവിടെ ആദ്യം പറയുന്നത് ക്രിസ്തുവിലുള്ള ഈ ഭാവത്തെക്കുറിച്ച് പറയുകയും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കുകയും ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ട് പറയുന്നത്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കറിയാം വളരെ അധികമായിട്ട് പറഞ്ഞു കേൾക്കപ്പെടുന്ന ഒരു ദൈവോചന ഭാഗമാണ് ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ നിങ്ങളിൽ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. എന്നാൽ എന്താണ് ഇച്ഛിക്കേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് മുകളിലുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു ദൈവോചന ഭാഗമാണ് ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പിൻ. അപ്പൊ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പം ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളല്ല പലരുടെയും മനസ്സിൽ കടന്നു വരുന്നത്, മറ്റു പല കാര്യങ്ങളുമാണ് കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ ഈ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് അവിടെ തന്നെ കാണാനായിട്ട് കഴിയും. പിറുപിറുപ്പും വാദവും കൂടാതെ ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു കാര്യം എന്ന കോണ്ടക്സ്റ്റ് അനുസരിച്ച് നമുക്ക്. എന്നിട്ട് നമ്മൾ കാണുന്നത് രണ്ട് ദൈവദാസന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഈ അനുഭവത്തിൽ മുന്നോട്ട് പോയ രണ്ട് ദൈവദാസന്മാരുടെ ജീവിതം അതിനൊരു മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ വിവരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ വചന ഭാഗമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ഈ ക്ലബ് ഹൗസുകളിൽ ഇന്ന് ഈ കടന്നു വരുന്നവര് ചില മതവിഭാഗങ്ങള്, ഞാൻ ചിലരോടൊക്കെ സംസാരിച്ചിട്ടപ്പോൾ നിങ്ങളാരും ക്ലബ് ഹൗസിൽ കയറരുതെന്ന് വരെ ചില മതവിഭാഗങ്ങള് തിട്ടൂരം കൊടുത്തിട്ടുള്ളതായിട്ട് ഞാൻ അറിയാനായിട്ട് കഴിഞ്ഞു. എന്ന് പറയുന്നത് പോലെ തന്നെയാ ഈ ക്ലബ് ഹൗസിൽ ഒരു വകതിരിവില്ലാതെ കയറി പല ഗ്രൂപ്പുകളിലും കടന്നുപോയി അവിടെയുള്ള പല വിവിധമായിട്ടുള്ള ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും കേട്ട് മാനസികമായ ഒരു പ്രയാസത്തിലേക്ക് കടന്നു വരുന്ന ഒത്തിരി പേരുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെറ്റായ ഉപദേശങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെ ഡിഫെൻഡ് ചെയ്യാനുമുള്ള ദൈവികമായ ജ്ഞാനം, വചനപരമായ അറിവില്ലാത്തത് കൊണ്ട് പലവിധമായ ആർഗ്യുമെന്റ്സ് വെച്ച് അവർ ചിന്തിക്കുമ്പോൾ അവർ തെറ്റിപ്പോകുന്നു എന്നുള്ളതൊരു സത്യമാണ്. എനിക്ക് തന്നെ അറിയാം, ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാറ് 1:2 1:10 എന്നൊക്കെ സ്ഥാപിക്കുമായിരുന്നു. ഞാനിതിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കും. മാത്തമാറ്റിക്സ് അനുസരിച്ച് 1:1
1:10 എന്നെങ്ങനെ സ്ഥാപിക്കുന്നത്? അങ്ങനെയൊക്കെ സ്ഥാപിക്കുന്ന ചില വഴികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാ. കാരണം ഇങ്ങനെ സ്ഥാപിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത ചില പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്ത നിലയിൽ ഈ മാജിക്കുകാർ പെട്ടെന്ന് കൈ മൂവ് ചെയ്യുന്ന പോലെയുള്ള ചില മൂവ്മെന്റ് നടത്തി പെട്ടെന്ന് ഇതിനെ വേറൊരു നിലയിലേക്ക് അത് മാറ്റിക്കളയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒത്തിരി പേരെ ഇതുപോലുള്ളവരുമായിട്ട് സംസാരിക്കാനിടയായി തീർന്നിട്ടുണ്ട്. അപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പം ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യത്തെ പിടിച്ചാ പലപ്പോഴും തുടങ്ങുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആർഗ്യുമെന്റ്സ് അത് കഴിഞ്ഞിട്ട് പറയും, ബ്രദറെ ഇത് ശരിയല്ലേ? അതെ ശരിയാ. അപ്പൊ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, അത് ശരിയല്ലേ? അത് ശരിയാ. അവിടുന്ന് മാത്തമാറ്റിക്കൽ പ്രൂഫ് പോലെ ഇത് പോകുന്നത്. അപ്പൊ അവരുടെ ചിന്താധാരയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും അവര് വരുത്തുന്ന ചില വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത പോലെ നമ്മളെ ആക്കി തീർക്കുകയും ചെയ്യുന്നത് അവസാനം അവര് പറയുന്ന ആൻസറിൽ നമ്മൾ ചെന്നെത്തും. അപ്പൊ അതല്ലേ ബ്രദറെ ശരി? അതെ ശരി, അതാ ശരി. അപ്പൊ നമ്മൾ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു? ഇതിന്റെ ഇടയ്ക്ക് നടത്തിയ മാജിക് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു സഹോദരൻ എൻ്റെ ഒരു ഗ്രൂപ്പിൽ കടന്നുപോയി. അവിടെ പോയി അവരോട് സംസാരിക്കാനിടയായി തീർന്നു. അപ്പൊ അവിടെ പെട്ടെന്ന് 1-2 പേര് കടന്നു വന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും പെട്ടെന്ന് എന്നോട് ചോദിച്ചു, യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും അല്ലേ? അതെ, ഞാൻ പറഞ്ഞു യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും തന്നെയാണ്. അത് ശരി. അപ്പൊ യേശുക്രിസ്തുവിന് ദേഹം ദേഹി ആത്മാവ് ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു. പൂർണ്ണദേഹി മനുഷ്യനും പൂർണ്ണ മനുഷ്യനും എന്ന് പറഞ്ഞപ്പോൾ ദേഹം ദേഹി ആത്മാവില്ലേ? അപ്പൊ ദൈവപുത്രൻ പിന്നെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞു അല്ല, പൂർണ്ണ ദൈവവും ഉണ്ടായിരുന്നു. അപ്പൊ ദൈവപുത്രന്റെ ആ ആത്മാവ് അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് പറയുന്ന വ്യക്തി കർത്താവിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ ആ മനുഷ്യനിൽ വസിച്ചിരുന്നു. അപ്പൊ ഇനി മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിൽ ചെല്ലുമ്പോ എത്ര പേരുണ്ട് ബ്രദറെ? കാരണം ഈ മനുഷ്യാത്മാവും പോണം, ദൈവപുത്രനും തിരിച്ചു പോകണം. അപ്പൊ 4 പേരായില്ലേ ബ്രദറെ എന്ന് എന്നോട് ചോദിച്ചു. പെട്ടെന്ന് എന്റെ തലയൊന്ന് കറങ്ങിപ്പോയി പെട്ടെന്ന്. കാരണം വളരെ കൺവിൻസിങ് ആയിട്ടുള്ള നിലയിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യവും വെച്ചിട്ട് പെട്ടെന്ന് നമ്മളെ മറിച്ചു കളയാനായിട്ടുള്ള ഒരു ആർഗ്യുമെന്റാ അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഞാനത് ചില റെഫറൻസ് ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയപ്പം ഈ നെസ്റ്റോറിയനിസമൊന്നും അതുപോലുള്ള ചില ഇസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇന്ന് തുടങ്ങിയ ആർഗ്യുമെന്റ് അല്ല, നേരത്തെ തുടങ്ങിയിട്ടുള്ള ആർഗ്യുമെന്റ്. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ആ വ്യക്തിത്വവും നമ്മുടെ മനുഷ്യാത്മാവും ചേർന്ന് 2 അല്ല 1 ആണെന്നാ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് 2 പേരായിട്ട് നിൽക്കുകയല്ല. മനുഷ്യാത്മാവ് പൂർണ്ണനായ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മനുഷ്യാത്മാവ് ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ മനുഷ്യത്വത്തിലും ആ യേശുക്രിസ്തുവിന്റെ ആ വ്യക്തിത്വവും ഈ ആത്മാവും ആ നിലയിൽ ചേർന്ന് അത് 2 വ്യക്തിത്വമല്ല. ഇവിടെ ലോകത്ത് ജീവിക്കുമ്പോഴും ഇനി സ്വർഗത്തിലായിരിക്കുമ്പോഴും ഈ മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ അവിടെ ആയിരിക്കുന്നതെന്നും അത് 4 പേരൊന്നുമല്ല, അതും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ദൈവത്തിൽ തന്നെയാണ് ഇത് അന്തർലീനമായിരിക്കുന്നതെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴ്മയോടെ ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും. ബ്രദറെ, ഇതാണ് വചനത്തിൽ വെളിപ്പെടുത്തിയേക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ടും അതെനിക്ക് മനസ്സിലായേ തീരൂ എന്നുള്ള അർത്ഥത്തിൽ വളരെ വാശിയോടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരുപക്ഷെ ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. വചനത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തിയേക്കുന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ പലപ്പോഴും താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാനും പ്രിയ സഹോദരങ്ങളോട് ഒരു കാര്യമായിട്ട് പറയുക. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിൽ വന്നിരിപ്പുണ്ട്. എനിക്ക് തന്നെ ബാക്ക് ചാനൽ മെസ്സേജ് ഒത്തിരി പേര് ഈ വിഷയങ്ങളിൽ പല ഉപദേശങ്ങളിൽ അയക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് സത്യമായിട്ട് ഞാൻ പറയട്ടെ. കാരണം ഇതുപോലെ മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യാനും ദൈവവചനത്തിൽ ശരിയായിട്ട് നേരെയും പറഞ്ഞേക്കുന്ന വിഷയങ്ങളെ അംഗീകരിക്കാതെ ബുദ്ധിപരമായ ചില ആർഗ്യുമെന്റുകളിലേക്ക് പോയി 1:2 1:10 എന്നൊക്കെ ഈ സ്ഥാപിക്കുന്ന പോലെ അവരുടെ ചിന്താധാരയിൽ നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പം അവരെന്താ ചെയ്യുന്ന മാജിക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടും എല്ലായ്പ്പോഴും എല്ലാ സമയത്തും വചനം എപ്പോഴും നമുക്ക് എല്ലാ റെഫറൻസ് ഓർത്തിരിക്കാത്തത് കൊണ്ടും അതിനെയാണ് ഇവർ മുതലെടുക്കുന്നത്. പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരു വിദ്വാൻ ഒരു ഗ്രൂപ്പിൽ ചോദിക്കുന്നത് കേട്ടു, യേശുക്രിസ്തു ദൈവമാണെന്ന് എഴുതിയേക്കുന്ന ഏതെങ്കിലും ഒരു പുതിയ നിയമ വചനം എടുത്ത് കാണിക്കാമോ? പുതിയ നിയമത്തിൽ ഒന്നല്ല പല വചനങ്ങള് ദൈവമെന്ന് മാത്രമല്ല മഹാദൈവമെന്ന് വരെ വിളിച്ചിട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനം 2:13 വായിക്കുന്നത് അവൻ ദൈവമാണെന്ന് അവിടെ വായിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് നമുക്കത് ഓർക്കുന്നില്ല, നമ്മൾ ആ റെഫറൻസ് പെട്ടെന്ന് എടുത്ത് പറയാൻ കഴിയുന്നില്ല എന്നുള്ള ആ ഒരു ബലഹീനത മുതലെടുത്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല ഈ ആർഗ്യുമെന്റുകൾ നടത്തുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ മുന്നിൽ ഒരു തീപ്പന്തം പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കണ്ണൊന്നും മങ്ങിപ്പോകുന്ന പോലെ ഇതുപോലുള്ള വളരെ കോൺഫിഡന്റ് ആയിട്ട്
കള്ളം പറയുന്ന ചില ചോദ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഈ കള്ളം ശരിയാണെന്ന് തോന്നും. അല്ലാതെ ഈ ചോദിക്കുന്ന ചോദ്യത്തിൽ യാതൊരു യാഥാർത്ഥ്യം ഉണ്ടാകുന്നതുകൊണ്ടല്ല. അല്ലെങ്കിൽ ഇത്ര പ്രകടമായിട്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് എവിടെയാണ് എഴുതിയേക്കുന്നത് പുതിയ നിയമത്തിൽ നിന്ന് ചോദിക്കാൻ കഴിയുമോ? കാരണം റോമർക്ക് എഴുതുന്ന ലേഖനം 9:15 പൗലോസ് പറയുന്നു, തിത്തോസിൽ പറയുന്നു, അതുപോലെ അനേക ദൈവോചന ഭാഗങ്ങൾ നമുക്കതിന് കാണാനായിട്ട് കഴിയും. അപ്പം അത് ജസ്റ്റ് ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം ചിന്തിക്കുന്നത് എന്ന് പറയാനും, ദയവ് ചെയ്ത് നമ്മുടെ ഇടയിൽ കയറി ഇരുന്നിട്ട് ഇതുപോലെ ബാക്ക് ചാനൽ മെസ്സേജ് അയക്കുകയും കൺഫ്യൂസ് ചെയ്യാനും ആഗ്രഹിക്കുന്നവരെ ദയവ് ചെയ്ത് എന്റർടൈൻ ചെയ്യരുത് എന്ന് ദൈവസന്നിധിയിൽ വളരെ താഴ്മയോടെ. കാരണം ഒരിക്കൽ നമ്മൾ അവരുടെ ആർഗ്യുമെന്റുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ ക്യാരിഡ് അവേ ആയി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഇവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആ ഉത്തരം കൊടുക്കാനായിട്ട് പല ദൈവികമായ വിഷയങ്ങളിലും നമുക്ക് അതിന്റെ അൾട്ടിമേറ്റ് ആൻസർ ഒന്നും നമുക്ക് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. ചില സംശയങ്ങൾ ദൂരീകരിക്കാം എന്നല്ലാതെ, അതിന് തെളിവായിട്ട് ചില വചനങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ, ദൈവത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു പോർട്രേറ്റിൽ വരയ്ക്കുന്നത് പോലൊന്നും വരച്ചു കാണിക്കാനൊന്നും കഴിയുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. നോക്കിയാട്ടെ, ഇന്ന് വായിച്ച ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. ഇവിടെ ആദ്യം പറയുന്നത്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിലും ചോദിക്കുന്നത് ഇല്ല അർത്ഥത്തിലല്ല പറയുന്നത്. അത് ഓൾറെഡി ഉണ്ടെന്നുള്ള ഒരു അർത്ഥത്തിലാണ് ആ പറയുന്നത് എന്ന് നമുക്കറിയാം. കാരണം ഇവിടെ നമുക്കറിയാം, ഫിലിപ്പിയിൽ നടന്ന കാര്യങ്ങൾ തന്നെ ഈ ദൈവത്തെക്കുറിച്ച് അറിയാത്ത ഒരു ജനതയുടെ ഇടയ്ക്ക് ചെല്ലുകയും അവിടെ ലുദിയാടെ ഹൃദയം ദൈവം തുറക്കുകയും അവളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ വെളിച്ചപ്പാടത്തിക്കാരെയായ സ്ത്രീയോട് പൗലോസ് മുഷിഞ്ഞ് അവിടെയുള്ള ഭൂതത്തെ പുറത്താക്കി കളയുകയൊക്കെ ചെയ്യുന്ന വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ പബ്ലിസിറ്റി എന്നുള്ളത് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന കാര്യമാണേലും പിശാചിന്റെ പബ്ലിസിറ്റി നമുക്ക് ആവശ്യമില്ല. അതെപ്പോഴും നമ്മൾ ഏറ്റു പറയണം. കർത്താവ് എങ്ങനെങ്കിലും ഒന്ന് ഫേമസ് ആകണം, അല്ലെങ്കിൽ ക്ലബ് ഹൗസിലൊക്കെ ഒന്ന് കുറച്ചു പേരൊക്കെ വരണം, കുറച്ചു പേരൊക്കെ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഫോളോവേഴ്സിന്റെ എണ്ണമൊക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. കർത്താവ് അങ്ങനെ ഫേമസ് ആകാനുള്ള ആഗ്രഹത്തിൽ തന്നെ വിടുവിക്കും. കർത്താവും പൗലോസും അങ്ങനെയുള്ള പിശാച് കൊടുക്കുന്ന പബ്ലിസിറ്റി വേണ്ട എന്ന് വെച്ച വ്യക്തികളാണ്. കാരണം ഒരു മാനുഷികമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി സത്യത്തിൽ ഒരു ലോകപ്രകാരമുള്ള ഒരു പബ്ലിസിറ്റി സുവിശേഷ വേലയുടെ ആ മുന്നോട്ട് പോക്കിനെ തന്നെ തടയും എന്ന് നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതിനോട് നമ്മൾ കഴിഞ്ഞ ദിവസം മത്തായിയുടെ സുവിശേഷം നമ്മൾ ചിന്തിച്ച കാര്യമാണ്. കാരണം ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേരാതെ നിന്ന് കർത്താവിന്റെ നാമത്തിൽ ഇത് അത്ഭുതം ചെയ്യുന്ന കാര്യം, സത്യത്തിൽ ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് നന്മയാ ഉണ്ടാകുന്നത്? യേശുക്രിസ്തുവിന്റെ അടുത്ത് നിന്നാണ് അവൻ ഈ അത്ഭുതം കാണുകയും ഈ വചനം കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിലുള്ള ദൈവികമായ ഉദ്ദേശത്തിലേക്ക് ആ വ്യക്തി നടത്തപ്പെടും. അവനാണ്, അല്ലെങ്കിൽ അവന്റെ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വന്ന മശിഹ ക്രിസ്തുവാണെന്നും അവൻ നമുക്ക് നിത്യജീവൻ നൽകുമെന്നും ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണമെന്നുമുള്ള സംഗതി മനസ്സിലാകും. വെറും അത്ഭുതം മാത്രം ചെയ്താൽ ഒരുപക്ഷെ അത്ഭുതം കാണും, തിരിച്ചു പോകും. ആ നിലയിലുള്ള പബ്ലിസിറ്റികളും ഒരുപക്ഷെ സൂപ്പർഫിഷ്യലായിട്ട് നന്മയാണെന്ന് തോന്നിയാലും തിന്മയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ കൃപയുടെ നീരുറവകൾ കടന്നു വരുമ്പോൾ, അവന്റെ ഹൃദയത്തെ മരുഭൂമി പോലിരിക്കുന്ന അവന്റെ ഹൃദയത്തിന്റെ അനുഭവത്തെ ഒരു മലർവാടിയുടെ അനുഭവമാക്കി ദൈവത്തിന്റെ പരിശുദ്ധ ദൈവം അവന്റെ ഹൃദയത്തെ മാറ്റുമ്പോൾ അവിടെ ആശ്വാസമുണ്ട്, അവിടെ സ്നേഹമുണ്ട്, ആർദ്രതയും മനസ്സലിവുമുണ്ട് എന്നുള്ളതൊക്കെ ഒരു സത്യമാണ്. അപ്പൊ ആ സത്യത്തെ അംഗീകരിച്ചോണ്ട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുക. അപ്പൊ അതിന് വിരോധമായ ചില ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വചനത്തിന്റെ ഇൻട്രഡക്ഷനിൽ തന്നെ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. എന്നിട്ട് 2 വാക്കുകൾ അവിടെ പറയുകയാണ്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ. എന്താണ് ശാഠ്യം, എന്താണ് ദുരഭിമാനം? ശാഠ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ്, ഒരു അഭിപ്രായം പറഞ്ഞു, ഇത് സഭയിലെ കാര്യം അവിടെ പറയുന്നത്, പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നടക്കണം എന്നുള്ള ഒരു വാശി. ദുരഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കില്ലാത്ത സംഗതി ഉണ്ടെന്ന് നമ്മൾ ഭാവിക്കുകയും അങ്ങനെ നമ്മൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ള നമ്മുടെ ആഗ്രഹം.
നമുക്കറിയാം ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാ അന്നും ഇന്നും ദൈവസഭയില് അനേക പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. തുടർന്ന് 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, യുവതിയെയും സിന്ധുകയോടും കർത്താവിൽ ഏക മനസ്സോടിരിക്കാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു, കർത്താവിൽ ഏകചിന്തയോടിരിക്കാൻ ഞാൻ യുവതിയെയും സിന്ധുകയെയും പ്രബോധിപ്പിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു കാര്യം എടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്റെ അഭിപ്രായമാണ് വലുത് എന്ന് ചിന്തിക്കുകയും അവരുടെ അഭിപ്രായങ്ങളിൽ നിലനിന്നു പോകുന്ന പോലുള്ള ദുരഭിമാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അനുഭവം അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു അനുഭവത്തോടുള്ള ബന്ധത താഴെ നമുക്ക് കാണാനായിട്ട് കഴിയും. പിറുപിറുപ്പും ഏത് സംഗതിയും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ പിറുപിറുപ്പും വാദവും ഉണ്ടായിരുന്നു. ചില ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പം നമുക്ക് എങ്ങോട്ട് പോകണം, തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്ന് ചോദിച്ചാൽ വടക്കോട്ട് പോകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അംഗീകരിക്കപ്പെടുന്നതെങ്കിൽ തെക്കോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ തെക്കോട്ട് പോകാമെന്ന അഭിപ്രായം പറഞ്ഞവന്റെ അഭിപ്രായം തൽക്കാലത്തേക്ക് എന്ത് ചെയ്യും, ഒന്ന് തഴയപ്പെടും. അപ്പൊ അവനത് വിഷമമായിട്ട് തോന്നിയിട്ട് അവൻ അതിനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ആ സഭയിൽ ഉണ്ടാക്കും. എപ്പോഴും മനസ്സിലാക്കിയത് ദൈവസഭയില് നമ്മുടെ ഒരു ജീവിത ശൈലി എങ്ങനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞ ഒരു അഭിപ്രായം അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കണം, എന്റെ അഭിപ്രായം ഒരുപക്ഷെ അംഗീകരിക്കപ്പെടാതെ ഇരിക്കാം. എന്നാൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും എന്റെ സഹോദരങ്ങളെ ഞാൻ നേരത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതുപോലെ തന്നെ ഞാൻ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഐക്യപ്പെട്ടിരിക്കും എന്ന് ഉള്ളൊരു ചിന്ത പറയുന്നതിന് മുന്നേ വേണം. ഒരുപക്ഷെ അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലും നമുക്ക് നേരത്തെ ഒരു തീരുമാനം വേണം. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഞാനൊരു വ്യക്തിക്ക് എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ കടമോ കൊടുക്കുമ്പം ആ വ്യക്തി എനിക്ക് അതൊരുപക്ഷെ തിരിച്ചു തരാതെ ഇരിക്കാം, തന്നില്ലെങ്കിലും എനിക്ക് വിഷയമില്ല എന്നുള്ളവനെ കൊടുക്കാവൂ സത്യം പറഞ്ഞാൽ എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ശാഠ്യവും ദുരഭിമാനവും നമ്മുടെ ഇതിൽ ഇടപെട്ട് പല പ്രശ്നങ്ങൾ വചനത്തിൽ വായിക്കുന്നു. വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ അനേകർ മലിനപ്പെടുകയും. ഞാൻ ഒരു ആത്മാർത്ഥമായ ഒരു കാര്യം പറയാം. ഈ പൊളിറ്റിക്സും ആത്മീയതയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വ്യത്യാസം വളരെ ചെറുതാണ്. അത് സൂക്ഷിച്ചു നോക്കിയാലേ മനസ്സിലാകാൻ പറ്റുള്ളൂ ഈ പൊളിറ്റിക്സ് എന്ന ആത്മീയത എന്താന്ന്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷമാണ് അത്. അപ്പൊ എനിക്കൊരു അഭിപ്രായം തോന്നി, എന്റെ അഭിപ്രായം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അതിന് അനുകൂലമായിട്ട് ഒത്തിരി പേരെ ഞാൻ തന്നെ കൂട്ടിയതിനു ശേഷം ഒരു അഭിപ്രായ പ്രകടനം നടക്കുക, എന്റെ അഭിപ്രായവുമായിട്ട് മുന്നോട്ട് പോകുക. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. എനിക്കൊരു അഭിപ്രായം ഉണ്ടായി, ആ അഭിപ്രായം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും തൽക്കാലം അത് ദൈവസന്നിധിയിൽ മൗനമായിരുന്ന് കർത്താവേ നിന്റെ ഹിതം നടക്കണമേ, ഞാൻ പറഞ്ഞതാണ് നിന്റെ അഭിപ്രായമെങ്കിൽ അങ്ങനെ നടക്കാനായിട്ട് ഇടയാക്കണമേ, അല്ലെങ്കിൽ കർത്താവേ എന്റെ സഹോദരൻ പറഞ്ഞ അഭിപ്രായം തന്നെ നടന്ന് മുന്നോട്ട് പോകാനായിട്ട് ഇടയാക്കണമേ എന്ന് സമർപ്പിച്ചു കൊടുക്കുന്നതാ ഈ ആത്മീയത എന്ന് പറയുന്നത്. ദൈവഹിതം നടപ്പാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധി കാത്തിരിക്കുകയും ചെയ്യുന്നതാ ആത്മീയത. അല്ലാതെ എന്റെ അഭിപ്രായം അംഗീകരിക്കപ്പെട്ടെങ്കിൽ ഉടനെ കുറച്ചുപേരെ എനിക്ക് സൈഡ് പറയാൻ ഉണ്ടാക്കിയിട്ട് ഒരു വിപ്ലവം ഉണ്ടാക്കി കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നതൊന്നും അല്ല ആത്മീയത. അപ്പം എപ്പോഴും നമ്മൾ ആത്മീയരാണ്, നമ്മൾ പ്രബോധിപ്പിക്കുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു, നമ്മൾ സഭയ്ക്ക് ഉപയോഗമുള്ളവരാണ് എന്നൊക്കെ ആണെങ്കിലും അതിന്റെ പക്വത കണ്ടുവരേണ്ടത് നമ്മുടെ അഭിപ്രായം വലിയ ഇരുമ്പുലൊക്കെയാണെന്നും പറഞ്ഞ് ഉയർത്തിപ്പിടിക്കാതെ കർത്താവെ തൽക്കാലം അംഗീകരിക്കപ്പെട്ടില്ല, കർത്താവെ നന്ദിയോടെ സ്തോത്രം, അത് നിന്റെ ഹിതമാണെങ്കിൽ അംഗീകരിക്കപ്പെടണമേ, ഇല്ലെങ്കിൽ അത് വേണ്ട കർത്താവെ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എപ്പോഴും ആത്മീയത എന്ന് പറയുന്നത്. നമുക്കറിയാം ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിച്ചു ശിശുവിനെ പോലെ താഴ്ത്തുക എന്നൊക്കെ ഉള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ശിശുവിനെ പോലെ താഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടായി കഴിഞ്ഞാൽ പിള്ളേർ വന്ന് പറയുക, അപ്പൊ ഉടനെ പറയും മിണ്ടാതെ പോടാന്ന് പറയും. കൊച്ചു പിള്ളേരെ പറഞ്ഞ മിണ്ടാതെ പോടാന്ന് പറയും. കാരണം എന്താ? ഈ ശിശുക്കളെ നമ്മൾ കണ്ടേക്കുന്ന അവർക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനോ പ്രത്യേകിച്ച് അവകാശങ്ങളോ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാ നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ലോകത്തെ സൃഷ്ടിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് സകലവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു തന്റെ വചനത്താൽ സൃഷ്ടിച്ചവനായ ആ കർത്താവ് സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവൻ മുഖാന്തരം അല്ലാതെ ഉളവായതല്ല എന്ന് പറഞ്ഞ കർത്താവ്, അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതനും സകല സൃഷ്ടിക്കും ആധാരമായിരിക്കുന്നു, സകലവും അവങ്കിലേക്കും അവനാലും അവനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നത് ആരാണോ ആ വ്യക്തി,
ആ വ്യക്തി ഈ ലോകത്ത് പ്രത്യേകിച്ച് ഒരു അധികാരവും ഇല്ലാത്തവനായിട്ട്, പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും ഇല്ലാത്തവനായിട്ട്, ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചാൽ കൊള്ളാം, അംഗീകരിച്ചില്ലേലും ഞാൻ നിങ്ങളെ ഒന്നും വിധിക്കാനല്ല വന്നേക്കുന്നത്, ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുപടിയായി കൊടുക്കാനുമാണ് ഞാൻ വന്നേക്കുന്നത് എന്ന് കാണിച്ച ആ കർത്താവിന്റെ മാതൃക പിൻപറ്റണം. കർത്താവ് എന്റെ അഭിപ്രായം തള്ളപ്പെട്ടത് കൊണ്ട് ഒന്നുമില്ല, കാരണം ഈ ദൈവപുത്രനായ കർത്താവിന്റെ അഭിപ്രായം തള്ളപ്പെട്ടേക്കുന്നത്. പിന്നെ ഞാൻ ആരാ കർത്താവ് എന്ന് ചോദിച്ച് തന്നെത്താൻ താഴ്ത്തുന്ന ഒരു അനുഭവത്തെയാണ് നമുക്കിവിടെ ഈ ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നത്. ക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവരൂപത്തിൽ ഇരിക്കെ, രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വേഷം കെട്ടി എന്നുള്ള അർത്ഥത്തിലല്ല, അതിന്റെ ഒറിജിനൽ വാക്കിൽ വെരി നേച്ചർ ഓഫ് ഗോഡ്, അതിന്റെ ഈ ഒറിജിനൽ വാക്കിൽ അതിന്റെ അർത്ഥം ദ എസൻസ്, ദ നേച്ചർ ഓർ ക്യാരക്ടർ ഓഫ് ഗോഡ്, ബീയിങ് ഇൻ ദ ക്യാരക്ടർ ആൻഡ് ഇൻ ദ വെരി എസൻസ് ഓഫ് ഗോഡ്, ഇൻ ദ വെരി നേച്ചർ ഓഫ് ഗോഡ്. പൗലോസ് ഈ വചനം എഴുതിയില്ലായിരുന്നെങ്കിൽ എന്തൊരു എഴുതിയതിനായിട്ട് സ്തോത്രം ചെയ്യുക. കാരണം കർത്താവെ, ക്രിസ്തു ആരെന്നുള്ള ഒരു ആഴമായ വെളിപ്പാട് ഹൃദയങ്ങളിലേക്ക് പകരുകയാണ്. ഏത് നിലയിലും ദൈവത്തെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല, ദൈവത്വത്തിൽ പിതാവായ ദൈവത്തെ പോലെ തന്നെ പൂർണ്ണതയുള്ളവനായിട്ട് ദൈവത്തിന്റെ വചനം പ്രസന്റ് ചെയ്യുക. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. അതിന്റെ 1-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കുമ്പം അവൻ സൃഷ്ടിയിൽ അവൻ പ്രീഎമിനന്റ് ആയിരുന്നു, അവൻ വീണ്ടെടുപ്പിലും പ്രീഎമിനന്റ് ആയിട്ട് തീർന്നു. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കേണ്ടതിന് സ്വർഗങ്ങളിലേക്ക് കയറിയവനാകുന്നു. അല്ലെങ്കിൽ അവൻ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം തന്നെ കൊണ്ട് ദൈവത്തോട് നിരപ്പിച്ചു. എത്രയോ ദൈവവചന ഭാഗങ്ങള്. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിയിലും ദൈവത്തിന്റെ വീണ്ടെടുപ്പിലും പൂർണ്ണതയുള്ള ദൈവത്വം വെളിപ്പെടുത്തിയ ആ കർത്താവ് ഈ ലോകത്ത് ജീവിച്ച സമയത്ത് തന്റെ ദൈവം എന്നുള്ള ആ ക്രെഡൻഷ്യൽസ്, ദൈവം എന്നുള്ള ചില പ്രെറോഗേറ്റീവ്സ് താൻ എന്ത് ചെയ്തിട്ടില്ല. ആ ദൈവം എന്നുള്ള ആ മഹത്വം, ദൈവത്വം വിട്ടു എന്നല്ല പറയുന്നതിന്റെ അർത്ഥം, ആ ദൈവത്തിന് നാച്ചുറലി അവകാശമായിരിക്കുന്ന, സൃഷ്ടിതാവായ ദൈവത്തിന് അവകാശമായിരിക്കുന്ന തന്റെ ചില സ്പെഷ്യൽ റൈറ്റ്സ് ഉപയോഗിക്കാതെ ഈ ലോകത്തൊരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെയാണോ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെയാണോ പരീക്ഷകളെ ജയിക്കുന്നത്, അതേ നിലയിൽ താൻ ജീവിച്ച് അതിൽ ഒരു പൂർണ്ണതയുള്ളവനായിട്ട്, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട്, പാപത്തിൽ മാത്രം നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടില്ല, കാരണം അവനിൽ പാപമില്ലായിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മളിൽ ഉണ്ടായിരുന്ന ആദാമ്യ പാപം ഇല്ലാതെ ലോകത്തിൽ കടന്നു വരികയും, എന്നാൽ ക്രൂശിൽ മരിക്കുന്ന സമയത്ത് തികച്ചും നമുക്ക് തുല്യനായി തീർന്നു. എല്ലാ നിലയിലും എന്റെ പാപ സ്വഭാവത്തെയും എന്റെ പാപ പ്രവൃത്തികളെയും താൻ വഹിച്ച് ക്രൂശിന്മേൽ മരിച്ചതുകൊണ്ട് പൂർണ്ണമായിട്ടൊരു മനുഷ്യൻ എങ്ങനെയാണോ, ഒരു പാപി എങ്ങനെയാണോ ആ നിലവാരത്തിലേക്ക് താൻ ആയിത്തീരുകയും, എന്റെ ദൈവമേ എന്നെ നീ കൈവിട്ടതെന്ത് എന്ന് അലറിക്കരഞ്ഞ ആ ഒരു ഉദാഹരണമാ നമുക്കവിടെ ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞ് പല വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അതെല്ലാം എഴുതി വെച്ച് വായിക്കാനൊന്നും വളരെ പ്രയാസമാണ്. കാരണം ഇവിടെ പറഞ്ഞേക്കുന്നത് he was in God's nature, God in nature, he was God in nature, did not grasp equality with God. എന്താ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന്, അല്ലെങ്കിൽ ഒരു അവകാശമായിട്ട് തന്റെ കൂടെ തന്നെ വരണം എന്ന് ശഠിക്കാതെ, did not grasp equality with God, made himself nothing, took the very nature of servant. അതാ നമ്മൾ പാടിയ പാട്ടിൽ അതുണ്ടായിരുന്നത്. took the very nature of a servant, made in human likeness, found in appearance as a man, humbled himself, became obedient to death on a cross. ഇത്രയും കാര്യങ്ങളാ കർത്താവ് അവിടെ ചെയ്തതായിട്ട്
നമുക്ക് വായിക്കുന്നത്. തന്റെ ദൈവത്വം വിട്ടുകളഞ്ഞിട്ട് ലോകത്ത് ജീവിച്ചതല്ല, ലോകത്ത് ജീവിക്കുമ്പോഴും താൻ പൂർണ്ണനായ ദൈവവും പൂർണ്ണനായ മനുഷ്യനുമായിരുന്നു. എന്നാൽ ദൈവം എന്നുള്ള നിലയ്ക്ക് തന്റെ മഹത്വം അല്ലെങ്കിൽ ചില പ്രത്യേക അധികാരങ്ങളെ താൻ ഈ ലോകത്ത് ഉപയോഗിച്ച് തന്റെ ജീവിതത്തിൽ തന്റെ പ്രശ്നങ്ങളെ താൻ നേരിട്ടില്ല, കല്ലപ്പമാക്കിയില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് ചില സാഹചര്യങ്ങളിൽ തന്നെ ഒപ്പോസ് ചെയ്ത സമയത്ത് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തും തീയിറക്കിയില്ല. അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിലും ഒരു മനുഷ്യൻ എങ്ങനെ അതിനെ നേരിടുമോ അതേ നിലയിൽ സമചിത്തതയോടെയും പിതാവായ ദൈവത്തിന്റെ ഹിതപ്രകാരവും അതിനെ നേരിട്ട് അവസാനം ക്രൂശിലെ മരണത്തോളവും തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പം ഇതിന്റെ രഹസ്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരികയാണ്. 8-ാം സങ്കീർത്തനം വായിക്കുമ്പം ഈ മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം എന്ന് ചോദിച്ച് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ വാക്യം എടുത്ത് സെപ്റ്റ്വജന്റ് വേർഷനിൽ നിന്ന് അതെടുത്ത് കോട്ട് ചെയ്യുമ്പം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് നീ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് എഴുതിയേക്കും. എന്താ ഈ വ്യത്യാസത്തിന്റെ കാരണം? ദൈവം സൃഷ്ടിച്ചപ്പം ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചവനായ മനുഷ്യൻ അവനിലേക്ക് പാപം കടന്നപ്പോൾ അവൻ ദൂതന്മാരെക്കാളും താഴെ മരണമുള്ളവനായിട്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും അവനിലേക്ക് പ്രവേശിക്കാൻ ഇടയായി. എന്നിട്ട് അവിടെ പറഞ്ഞേക്കുകയാണ് ദൈവം തന്റെ അനേക സഹോദരന്മാരെ തേജസ്സിലേക്ക് ക്രിസ്തു അനേക സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ തേജസ്സിന്റെ അവരുടെ നായകനെ, രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി തീർന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അവൻ ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ വന്നത് എന്ന് വ്യക്തമായി അവിടെ എഴുതി. അപ്പം അവൻ പല ആൾക്കാരും പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ ക്ലബ് ഹൗസിലൊക്കെ ഒത്തിരി പേര് ഇടയ്ക്ക് വന്ന് കയറി പറയാം, ബ്രദറെ അതൊരു മനുഷ്യനായിട്ട് ജനിച്ചതാ, മനുഷ്യനായിട്ട് ജനിച്ചതിന് ശേഷം ഒരു പ്രത്യേക സമയത്ത് വെച്ച് ദൈവത്വം അങ്ങോട്ട് കിട്ടി, ക്രൂശിൽ മരിക്കുന്നതിന് മുന്നേ പോയി. ഇതേ കാര്യത്തിന് വേണ്ടി അല്ലേ ഞാൻ ഒരു ദിവസം കൊളോസ്യ ലേഖനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്കാണ് ഒരു സഹോദരൻ വന്ന് പറയുന്നത്, ബ്രദറെ ഇങ്ങനാണെന്ന്. എനിക്ക് തമാശ തോന്നി. കാരണം ദ വെരി പർപ്പസ് ഫോർ വിച്ച് ഈ കൊളോസ്യ ലേഖനം എഴുതപ്പെട്ടത് തന്നെ ഇങ്ങനെ ഒരു ഉപദേശത്തിനെതിരെ എഴുതിയേക്കുന്നത്. ഡോസറ്റിസം എന്ന് പറയുന്ന നോസ്റ്റിസിസത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആ ഉപദേശം അനുസരിച്ച് യേശുക്രിസ്തു മനുഷ്യനായിട്ട് ജനിച്ചു, അവനിൽ ദൈവത്വം പ്രവേശിച്ചു, ക്രൂശിക്കപ്പെടുന്നതിന് മുന്നേ അത് വിട്ടുപോയി എന്ന് പഠിപ്പിക്കുന്ന ആ ഉപദേശത്തിനെതിരെ അത് എഴുതിയേക്കുന്നത്. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവനിൽ ദേഹരൂപമായി വസിക്കുന്നെന്നും ക്രൂശിൽ മരിക്കുന്ന സമയത്തും അവൻ ദൈവമായിരുന്നെന്നും സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് പരസ്യമായ കാഴ്ചയാക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ദൈവത്വം വരികയും പോവുകയും ചെയ്ത വ്യക്തിയല്ല. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഈ ലോകത്ത് ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഈ ലോകത്ത് വന്നതിന് ശേഷം ദൈവത്വം കിട്ടിയ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. എന്നാൽ ഈ വചനങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ബോഷ്ക്ക് പറയാനായിട്ട് ദൈവം അനേക സഹോദരങ്ങളെ, അവരൊരുപക്ഷെ ആത്മാർത്ഥതയുള്ളവരായിരിക്കാം, അവർക്ക് കിട്ടിയേക്കുന്ന ടീച്ചിങ് ഇങ്ങനായിപ്പോയി, അതുകൊണ്ട് അവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ നോക്കിയാട്ടെ, ഇങ്ങനെ എന്റെ സന്തോഷം അല്ല, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, ദൈവത്തോടുള്ള സമത്വം ക്രിസ്തുവിന് ഈ ലോകത്ത് വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു, ഈ ലോകത്ത് ജനിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു, താൻ ജീവിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു, താൻ ക്രൂശിൽ മരിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു, താൻ വിശന്നപ്പോഴും ദാഹിച്ചപ്പോഴും താൻ മനസ്സ് കലങ്ങിയപ്പോഴും കരഞ്ഞപ്പോഴും ഒക്കെ ഈ ദൈവത്വം അവനിൽ ഉണ്ടായിരുന്നു. അവന്റെ ദൈവത്വം ഒരു നിമിഷത്തിലും അവൻ മാറ്റിവെച്ചിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം നിസ്തർക്കമായിട്ട് സംശയലേശമന്യേ നമ്മളോട് പറയുന്ന സത്യമാണ്. എന്നാൽ പലർക്കും ഈ മനുഷ്യനായിട്ട് ഇങ്ങനെ നമ്മളെ പോലെ വിശന്നും ദാഹിച്ചും കരഞ്ഞും നിലവിളിച്ചും നടന്ന് ഈ യേശുവിനെ എങ്ങനെ നമ്മൾ പിന്നെ എങ്ങനെ ദൈവമായിട്ട് സങ്കല്പിക്കും? അത് പറ്റത്തില്ല. മനുഷ്യന്റെ മനസ്സിനുള്ള ഒരു അതിൽ കാണുന്ന ഒരു അസാധ്യത കൊണ്ടാണ് പലപ്പോഴും പുതിയ തിയറി ഉണ്ടാക്കാനായിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ നമുക്ക് ഉള്ള വിനയത്തിന്, നമുക്കുള്ള താഴ്മയ്ക്ക് ആധാരമായിട്ട് ഈ ക്രിസ്തുവിന്റെ ഈ നേച്ചർ, ലോക സൃഷ്ടിതാവ് സകലത്തെയും സൃഷ്ടിച്ചവൻ എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ പ്രിവിലേജും, ഒന്നുമില്ലായ്മ ഉള്ളതിനെ വിളിച്ചു വരുത്തുന്ന പോലുള്ള തന്റെ ശക്തിയും തനിക്ക് ഉണ്ടായിരുന്നിട്ട് പോലും ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ പള്ളും നിന്നയും പഴിയും ഒക്കെ സഹിച്ചുകൊണ്ട് അവൻ തന്റെ മുഖത്തെ തുപ്പലിന് നിന്നയ്ക്ക് മറച്ചതുമില്ല എന്നുള്ള നിലയിൽ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞിട്ട് പറയുക. സഹോദരങ്ങളെ, നിങ്ങളിൽ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങളിൽ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ ദിവസങ്ങളിൽ ഇത് എത്ര മഹത്വമാണെന്നൊന്ന് കാണാം. ഒരു ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു അമ്മ, ഒരു മനുഷ്യ ശിശു, ഒരു ഹെൽപ്ലെസ് ബേബായിട്ട്, ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യ കുഞ്ഞായിട്ട് ഈ സകലത്തെയും ഈ നക്ഷത്രങ്ങളെ ഈ ആകാശത്തിൽ വിരിച്ചവൻ, ഈ സകലത്തെയും നിർമ്മിച്ചവൻ, ഒന്നുമില്ലായ്മ എല്ലാത്തിനെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവൻ ഒരു ശുശ്രൂഷ ആവശ്യമുള്ള ഒരു മനുഷ്യ കുഞ്ഞായിട്ട് തീർന്നു. അവന് വിശന്നോ, അവന് ദാഹിച്ചോ, അവന്റെ ഈ അധികാരവും പ്രിവിലേജും ഒക്കെ എവിടെ പോയി? പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് അതിനുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അതെ, ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളയിടവ് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളവും, ക്രൂശിലെ മരണത്തോളവും തന്നെ അനുസരണമുള്ളവനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സഭകളിൽ, അതാണ് തുടർന്ന് തിമത്യോസിനെ കുറിച്ചും എപ്പഫ്രാദിത്തോസിനെ കുറിച്ചും വായിക്കുന്നത്. ഈ താഴ്മ പ്രാവർത്തികമാക്കാൻ തക്കവണ്ണം എനിക്ക് പ്രത്യേകിച്ച് കർത്താവെ വെച്ചുകെട്ടിയ അധികാരങ്ങളൊന്നും ഇല്ല, ഞാനൊരു സ്പെഷ്യൽ പേഴ്സണും അല്ല, ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ പോകാൻ വിധിക്കപ്പെട്ടവനേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് നമുക്ക് എത്ര എളുപ്പത്തിൽ ചെയ്യാം. നമ്മുടെ കർത്താവിനെ അങ്ങനെ ചിന്തിക്കാമെങ്കിൽ നമുക്ക് എത്ര അധികം ചിന്തിക്കാൻ കഴിയും. ബ്രദറെ മിണ്ടാതിരിക്കെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറ്റും. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നു, നാളെ എന്നോട് പറയാ ബ്രദർ ഇവിടെ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് നിശ്ചയമായിട്ടും പറ്റും, നിശ്ചയമായിട്ടും കഴിയും. അല്ലാതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പ്രസംഗിച്ചോണവേ എന്ന് ആരെങ്കിലും പറഞ്ഞ് അതിനുള്ള പിന്നെ രാജകീയ ഇതും തന്നു വിട്ട ആളൊന്നും അല്ല. തമ്പുരാൻ പറയുമ്പോൾ പ്രസംഗിക്കും, പ്രസംഗിക്കണ്ടെന്ന് പറയുമ്പോൾ പ്രസംഗിക്കാതിരിക്കും. നീ ഒന്നും അല്ലടാ എന്ന് പറയുമ്പം ഒന്നും അല്ലാതിരിക്കും. ആ ഒരു നിലയിൽ കർത്താവെ കാരണം നീ നിന്റെ സന്നിധിയിൽ അവിടെ വായിക്കുന്നത്, അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി ഏറ്റവും ഉന്നതമായ നാമം നൽകി. ക്രിസ്തു എന്ന നാമത്തിങ്കൽ ഭൂലോകരുടെയും അധോലോകരുടെയും ഈ ലോകരുടെയും, അല്ലെങ്കിൽ അവിടെ 3 പേരുടെ കാര്യം പറഞ്ഞിട്ട് ആരുടെയൊക്കെ എന്ന്, ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എനിക്ക് ആ ഗ്രഹാം കെൻഡ്രിക്സ് പാട്ടുപാടി ആരാധിക്കുമ്പോൾ ഈ മനുഷ്യനായി തീർന്ന ഈ ദൈവപുത്രനെ, ഈ ദൈവത്തെ, അവനെ മഹാദൈവവും കർത്താവുമെന്ന് ഉയർത്തി പറയുന്നതിൽ എനിക്ക് ഒരു ലജ്ജയുമില്ല, ഒരു കൺഫ്യൂഷനുമില്ല. അതിൽ മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിലും അത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് അതുപോലെ എടുത്ത് വിശ്വസിക്കാൻ എനിക്ക് കഴിയും. എന്റെ ലോജിക്കിനത് മനസ്സിലാകണമെന്നില്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ദൈവപുത്രനെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.